ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് അവാമി ലീഗും ഒപ്പം തന്നെ BNPയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഈ രണ്ട് പാർട്ടികളാണ് സാധാരണഗതിയിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും കൂടുതൽ സീറ്റുകൾ നേടുന്നതുമൊക്കെ തന്നെ. ഏതായാലും ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണം നയിക്കുന്നത് ഒരു ഇടക്കാല സർക്കാരാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒപ്പം തന്നെ മതമൗലികവാദികളുടെയും ഭീകരരുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഭരണം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു വലിയ പ്രക്ഷോഭത്തിന് കളമൊരുങ്ങുന്നു. ആ പ്രക്ഷോഭം നയിക്കുന്നത് BNP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതായത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ തങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യ വിരുദ്ധ ശക്തികളെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കുമെന്നും അവർ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം യൂനസ് രാജിവെക്കണം, ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ഒരു പ്രധാന ആവശ്യമാണ്. ഈ ഒരു ആവശ്യത്തോടെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ പിന്തുണയ്ക്കാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം ബംഗ്ലാദേശിൽ ഒരു ഭരണകൂടം വേണം എന്നുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വരും ദിവസങ്ങളിൽ ശക്തമാകും. അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതായി വരും. ബംഗ്ലാദേശ് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടം ഇല്ല എങ്കിൽ മറ്റ് ഫണ്ടുകളും മറ്റുമൊക്കെ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടായി തന്നെ മുൻപോട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യം കൂടി യൂനസ് മുന്നിൽ കാണുന്നുണ്ട്. അതിന് മറുപടിയായി യൂനസ് പറയുന്നത് 2026 കൂടി പുതിയ ഭരണകൂടം അല്ലെങ്കിൽ പുതിയ ഭരണാധികാരികൾ നിലവിൽ വരുമെന്നാണ്. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ BNP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല. ഏതായാലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമാകുന്നു. അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ അരക്കൻ ആർമി കൈയടക്കി അവർ മുൻപോട്ട് കുതിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ആ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി യൂനസിനെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ആ പ്രക്ഷോഭം വലിയ സംഘർഷത്തിലേക്കും ആഭ്യന്തര കലാപത്തിലേക്കും നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ പറയുന്നത് മുൻകാലങ്ങളുള്ളതുപോലെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് തങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂനസ് എത്രയും പെട്ടെന്ന് രാജിവെക്കണം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന്. യൂനസ് ആവട്ടെ 2026 വരെ കടിച്ചു തൂങ്ങാനുള്ള ഒരു നീക്കത്തിലും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ